സിസി റേച്ചൽ സക്രിയ. സിസി റേച്ചൽ ചാണ്ടി എന്നുള്ള മെയ്ഡൻ നെയിമോടുകൂടെ കോട്ടയം CMS കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അനേക വർഷങ്ങൾ അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇയർ 2000 ഞങ്ങൾ കുടുംബസമേതം അമേരിക്കയിലേക്ക് മാറ്റപ്പെട്ടു. ഇവിടെ വന്നതിന് ശേഷവും അനേക വർഷങ്ങൾ 15 വർഷത്തോളം ഫിസിക്സ് അധ്യാപികയായി തുടരുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ റിട്ടയർ ചെയ്ത് ടെക്സസിലുള്ള ഹ്യൂസ്റ്റണിൽ വിശ്രമ ജീവിതം നയിക്കുന്നു. ഹ്യൂസ്റ്റൺ സെൻറ് തോമസ് CSI ചർച്ചിലെ മെമ്പറാണ്. ചർച്ച് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയും ചിലതിലൊക്കെയും നേതൃത്വം വഹിക്കുകയും ചെയ്തു വരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ബൈബിൾ ക്വിസ് ടീമിലെ അംഗമായിരിക്കുവാനും ഏതാനും ചില ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ അടുത്തയിടെയായിട്ട് ഒരു ബൈബിൾ ക്വിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയുണ്ടായി. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് NIV 2011 വേർഷനെ ആശ്രയിച്ച് ബേസ് ചെയ്തുകൊണ്ടാണ് ക്വിസ് നടക്കുന്നത്. സ്പെല്ലിങ്ങും കൗണ്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മലയാളം ബൈബിള് ശീലിച്ചു വന്ന ഞാൻ മലയാളം ബൈബിളിലെ വാക്കുകൾ, പേരുകൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് ഒത്തുചേർത്തുകൊണ്ട് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. യാദൃശ്ചികമായിട്ട് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില സംഗതികൾ സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പല പേരുകളും അവയുടെ മലയാളം ഉച്ചാരണത്തിൽ തന്നെയാണ് ഇംഗ്ലീഷിൽ സ്പെല്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈവൻ ദോ ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ ഇൻ ഇംഗ്ലീഷ്. ഉദാഹരണമായി പറഞ്ഞാൽ ഷൗൽ എന്ന പേര് നാം കാണുന്നുണ്ട് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ അത് സ്പെല്ല് ചെയ്തിരിക്കുന്നത് SAUL, സൗൾ. പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ സോൾ. അബ്രഹാം ഈസ് ABRAHAM, ഇബ്രഹാം എന്ന് വായിക്കുന്നു. ദാവീദ് ഈസ് DAVID, ദാവിദ്. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഡേവിഡ്. ഗോലിയാത്ത് GOLIATH, ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഗൊലൈത്ത്. ഖൈസർ CAESAR. സൗണ്ടിന് C ലെറ്ററാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഖൈസറിയ എന്ന സ്ഥലത്തെക്കുറിച്ച് വായിക്കുന്നു CAESAREA. സിസേറിയ എന്ന ഇംഗ്ലീഷിൽ നാം വായിക്കുന്നു. കിലിക്കിയ എന്നുള്ളൊരു സ്ഥലത്തെ കുറിച്ച് കേട്ടിരിക്കുന്നു. സ്പെല്ലിങ് CILICIA. സിലീസിയ എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു. അതുപോലെ മക്കദോനിയ ഈസ് MACEDONIA, മാസിഡോണിയ എന്ന് ഇംഗ്ലീഷിൽ വായിക്കും. ഫൊയ്നീക്കിയ PHOENICIA, ഫൊയ്നീസിയ എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്. സെലൂക്കിയ SELUCIA, സെലൂസിയ എന്ന് ഇംഗ്ലീഷിൽ. ഇങ്ങനെ പല പേരുകളും മലയാളത്തിലുള്ള അതേ ഉച്ചാരണത്തിൽ തന്നെ ഇംഗ്ലീഷിൽ സ്പെല്ല് ചെയ്തിരിക്കുന്നു. ഖന്തക്ക എന്ന ഒരു രാജ്ഞിയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്നുണ്ട്. എത്യോപ്യ രാജ്ഞി. ഇംഗ്ലീഷിൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവരുടെ സ്പെല്ല് ചെയ്തിരിക്കുന്നത് CANDACE, കാൻഡേസ് എന്ന് വായിക്കും. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ആ സ്പെല്ലിങ് വീക്ഷിച്ചപ്പോൾ CANDACE ഈസ് കണ്ടക് itself എന്ന് കണ്ടു. CAND കണ്ടക്, ACE കണ്ടക്. ബർണിക്ക എന്ന രാജ്ഞിയെക്കുറിച്ച് പറയുന്നുണ്ട്. ബർണീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പക്ഷെ സ്പെല്ലിങ് ശ്രദ്ധിച്ചാൽ BERNICE ഈസ് ബർണിക്. സത്താനെ കുറിച്ച് പരാമർശിക്കുന്നത് എഴുതിയിരിക്കുന്നത് SATAN, ഇംഗ്ലീഷിൽ സൈറ്റൻ എന്ന് പറയും. ഇവിടെ എല്ലായിടത്തും ഇംഗ്ലീഷിലെ സ്പെല്ലിങ് ഈസ് എക്സാക്ട്ലി ഇൻ ദ സെയിം വേ ആസ് ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ഇൻ മലയാളം എന്ന് കണ്ടു. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി.
അതുകൊണ്ട് തന്നെ മലയാളം ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് അല്പം കൂടി ഒന്ന് വായിക്കാനായിട്ട് ശ്രമിച്ചു. ബെഞ്ചമിൻ ബെയ്ലി എന്ന CMS മിഷണറിയാണ് മലയാളം ബൈബിൾ നമുക്ക് പ്രദാനം ചെയ്തതെന്ന് നമുക്കറിയാം. 1817 അദ്ദേഹം മലയാളം ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ ആരംഭിച്ചു. ബെഞ്ചമിൻ ബെയ്ലി ഒരു ഇംഗ്ലീഷുകാരനായിരുന്നതിനാലും ആ കാലത്തെ ഇംഗ്ലീഷ് ബൈബിൾ പ്രചാരത്തിൽ ഉണ്ടായിരുന്നതിനാലും സ്വാഭാവികമായും ഒരു മലയാളി ചിന്തിച്ചു പോകുന്നത് മലയാളം ബൈബിൾ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നതായിരിക്കും. എന്നാൽ സത്യം അതല്ല. മലയാളം ബൈബിൾ അതിൻ്റെ ഒറിജിനൽ ഭാഷകളായ ഹീബ്രു, ഗ്രീക്ക് എന്നീ ഭാഷകളിൽ നിന്ന് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്ലേഷനിൽ ബെഞ്ചമിൻ ബെയ്ലിയെ സഹായിക്കുന്നതിനായിട്ട് ചില വ്യക്തികൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രം പറയുന്നു. 3 പേരുടെ പേരുകളാണ് അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കൊച്ചിയിൽ നിന്നുള്ളതായ ഒരു യഹൂദനായിട്ടുള്ള മോശെ ഇസാർഫിനി, കൊച്ചിക്കാരനും ഒരു യഹൂദനുമാണ്. അദ്ദേഹം ഒരു തിയോളജിക്കൽ നോളജ് വളരെയധികം ഉള്ളൊരു മനുഷ്യനാണ്. ജൂയിഷ് തിയോളജിയിൽ പ്രാഗൽഭ്യമുണ്ട്. കൂടാതെ തന്നെ ഹിബ്രു, അരാമിക്, ഗ്രീക്ക്, സിറിയക്, മലയാളം, സാൻസ്ക്രിറ്റ് ഈ ഭാഷകളിലെല്ലാം നൈപുണ്യവുമുണ്ട്. രണ്ടാമത് ബെഞ്ചമിൻ ബെയ്ലിയെ സഹായിച്ചയാളാണ് ചാത്തുമേനോൻ. അദ്ദേഹവും ഒരു ബഹുമുഖ ഭാഷാ പണ്ഡിതനായിരുന്നു. മലയാളം, സംസ്കൃത്, തമിഴ്, ഹീബ്രു, ഗ്രീക്ക്, ഇംഗ്ലീഷ്. മൂന്നാമത്തെ ആള് വൈദ്യനാഥ അയ്യർ. ഇദ്ദേഹത്തിന് തമിഴ്, മലയാളം, സംസ്കൃത്, ഹീബ്രു, ഇംഗ്ലീഷ്, ഗ്രീക്ക് ഈ ഭാഷകളിലൊക്കെയും പരിജ്ഞാനവും വൈഭവവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെയും ഗ്രീക്ക്, ഹീബ്രു പാണ്ഡിത്യവും ആ ഭാഷയിലുള്ള പേരുകൾ അതേ രീതിയിൽ തന്നെ ഉച്ചരിച്ചുകൊണ്ട് മലയാള ഭാഷയിലേക്ക് എഴുതുവാനായിട്ട് ഇവരുടെ ഭാഷാ പാണ്ഡിത്യം സഹായിച്ചിരുന്നിരിക്കണം. ഇത് മാത്രമായിരുന്നില്ല, നമ്മുടെ മലയാള ഭാഷയിലുള്ള റിച്ച്നെസ്, ഭാഷയുടെ റിച്ച്നെസ്സും അവരെ അതിന് സഹായിച്ചിട്ടുണ്ടാകണം. നമുക്കറിയാം മലയാള ഭാഷയിൽ 56 അക്ഷരങ്ങളുണ്ട്. ഏറ്റക്കുറച്ചിലുള്ളതായിട്ട് പറയപ്പെടുന്നുവെങ്കിലും 56 എന്ന് നമുക്ക് വയ്ക്കാം. ഇത്രയും അക്ഷരങ്ങൾ ഉള്ള ഒരു ഭാഷയ്ക്ക് ഏതൊരു ശബ്ദം പുറപ്പെടുവിച്ചാലും അത് അതേ രീതിയിൽ തന്നെ എഴുതുവാനും മറ്റൊരാളെ കൊണ്ട് അതേ രീതിയിൽ തന്നെ വായിപ്പിച്ചെടുക്കുവാനും ഇടയാകുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. വര എന്നും വറ എന്നും ഞാൻ പറഞ്ഞാൽ എഴുതിയാലും മറ്റൊരാൾക്ക് അതേ രീതിയിൽ തന്നെ വായിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ അത് VARA എന്ന് തന്നെ രണ്ടിനും എഴുതേണ്ടി വരുന്നു. വല എന്നും വള എന്നും പറഞ്ഞാലും ഇതുപോലെ തന്നെ VALA എന്ന് മാത്രമേ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നുള്ളൂ. എങ്കിലും ഒരു മലയാളിക്ക് ഇത് രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വായിക്കുവാനും പറയുവാനും സാധിക്കും. ശരി, ശാരി, സാരി എല്ലാത്തിനും SARI എന്ന് ഇംഗ്ലീഷിൽ എഴുതേണ്ടിയിരിക്കുന്നു. പള്ളി എന്ന് പറഞ്ഞാലും പല്ലി എന്ന് പറഞ്ഞാലും PALLI എന്ന് ഇംഗ്ലീഷിൽ എഴുതേണ്ടി വരുന്നു. അപ്പോൾ മനസ്സിലായി ഈ 2 കാരണങ്ങളാൽ, അതായത് ഒന്ന് ഈ ട്രാൻസ്ലേറ്റ് ചെയ്തവരുടെ ഭാഷാ പാണ്ഡിത്യം, മറ്റൊന്ന് മലയാള ഭാഷയുടെ സമ്പുഷ്ടി, ഇത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോൾ ഹീബ്രു, ഗ്രീക്ക് പേരുകൾ അതിൻ്റെ തനതായ ഉച്ചാരണ ശുദ്ധിയിൽ മലയാള ലിപികളിൽ എഴുതി വയ്ക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ എല്ലാ പേരുകളും ഇങ്ങനെയല്ല. അപ്പോൾ രണ്ടാമതായി കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചില പ്രത്യേക പാറ്റേണുകൾ ഇവിടെ ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ പാറ്റേണുകളിൽ തന്നെ ഒന്നാമതായിട്ടുള്ളൊരു പാറ്റേൺ, ഹീബ്രുവിലുള്ള യ എന്ന ശബ്ദം മലയാളത്തിലെ യ ആയിട്ട് തന്നെ നിൽക്കുമ്പോൾ ഇംഗ്ലീഷിൽ അത് J എന്ന ലെറ്റർ കൊണ്ട് മാറ്റപ്പെട്ടു. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ യോശുവ എന്നുള്ള പേര് JOSHUA, ജോഷുവ.
യാക്കോബ് എന്നുള്ള പേര് JACOB. ജേക്കബ് എന്ന് നമ്മൾ പറയുമെങ്കിലും you can read it as Jacob, JACOB. Ya sound is replaced by J. Joseph is JOSEPH. Jerusalem is JERUSALEM, Jerusalem. Jericho, JERICHO. Yason, JASON. Jason എന്ന് വായിക്കും. You can read it as Jason also. Eliav, ELIJAH. JA stands for that Ya sound. Benjamin, BENJAMIN. JA stands for that Ya. Benjamin. Yefunna, JEPHUNNA. Julius is JULIUS. ഇങ്ങനെ പോകുന്നു ഇവയിൽ ചിലത്. രണ്ടാമതായി ശ്രദ്ധയിൽപ്പെട്ട ഒരു പാറ്റേൺ, ഹീബ്രുവിലുള്ള ഉ ശബ്ദം മലയാളത്തിൽ ഉ എന്ന് തന്നെ നിലനിർത്തിയിരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ അത് Y എന്ന ലെറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ലുസ്ത്ര എന്ന പട്ടണത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഇംഗ്ലീഷിൽ അതിൻ്റെ സ്പെല്ലിങ് LYSTRA. ലുദ്ദ ഈസ് LYDDA. ലിദ്ദ, ലിസ്ത്ര നമ്മൾ വായിക്കും. ലുദിയ എന്ന സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നു. സ്പെല്ല് ചെയ്തിരിക്കുന്നത് LYDIA. തുയത്തൈര പട്ടണക്കാരിയായിരുന്നു ലുദിയ എന്ന് വായിക്കുന്നു. തുയത്തൈര സ്പെല്ല് ചെയ്തിരിക്കുന്നത് TYATIRA. TYA ഈസ് TUA. TIRA തൈറ, തുയത്തൈര. മുസ്യ എന്ന പട്ടണം MYSIA. മുറ MYRA. ലുക്കവോനിയ ഈസ് LYCONIA. synagogue SYNAGOGUE. Surya is SYRIA. Cyprus, CYPRUS. സിക്ക് ഖ സൗണ്ട് കൊടുക്കുക, വൈക്ക് ഉ സൗണ്ട് കൊടുക്കുക. CY ഈസ് കുപ്രസ്. കുപ്രസ് എന്ന് തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഖുറേന് ഈ CYREN. ഇപ്രകാരം ഖ സൗണ്ട് ലെറ്റർ C കൊണ്ടും യ സൗണ്ട് ലെറ്റർ J കൊണ്ടും ഉ സൗണ്ട് ലെറ്റർ Y കൊണ്ടും റീപ്ലേസ് ചെയ്താൽ ഒട്ടുമുക്കാലും പേരുകൾ നമുക്ക് ശരിയായിട്ട് ഇംഗ്ലീഷിൽ സ്പെല്ല് ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാലും തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളും NIV വേർഷനിൽ വരുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോട്ട് ചെയ്ത് പഠിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. മലയാളം ബൈബിളിൽ കാണുന്ന ഈശാനമൂലൻ എന്നുള്ളൊരു കൊടുങ്കാറ്റിനെ ഇംഗ്ലീഷ് NIV വേർഷനിൽ പറയുന്നത് നോർത്ത് ഈസ്റ്റർ എന്നാണ്. ഈശാനമൂലൻ എന്നുള്ള വാക്കേ വരുന്നില്ല, നോർത്ത് ഈസ്റ്റർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പോളും കൂട്ടരും മാൾട്ട ദ്വീപിലെത്തപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും യാത്ര തുടർന്ന് റോമിലേക്ക് പോകുമ്പോൾ കയറിയ കപ്പലിൻ്റെ ചിഹ്നം അശ്വനി ചിഹ്നം എന്ന് മലയാളം ബൈബിളിൽ പറയുമ്പോൾ ഇംഗ്ലീഷിലത് പറയുന്നത് കാസ്റ്റർ ആൻഡ് പൊള്ളക്സ് എന്ന ട്വിൻ ഗോഡ്സിൻ്റെ സൈനോടുകൂടിയുള്ള കപ്പൽ എന്നാണ്. അതുപോലെ വ്യത്യസ്തമായി കണ്ടത് ലുസ്ത്രയിൽ പോളും ബർന്നബാസും എത്തിയപ്പോൾ അവരെ ദേവന്മാരെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ബുധൻ എന്നും ഇന്ദ്രൻ എന്നും പേരിട്ടുകൊണ്ട് അവിടെ ആരാധിക്കുവാനായിട്ട് ആളുകൾ ഒത്തുകൂടി. ഇംഗ്ലീഷിൽ അതിൽ പറയുന്നത് ഹെർമീസ് എന്നും സെയൂസ് എന്നും പേരുകൾ ഇട്ടു എന്നുള്ളതാണ്. അതുപോലെ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ മലയാളം ബൈബിളിൽ യാക്കോബ് എന്ന് കാണുന്ന പേരുകളൊക്കെയും ഇംഗ്ലീഷ് വേർഷനിൽ അത് JACOB എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ നിയമകാലമായപ്പോൾ യാക്കോബ് എന്ന് മലയാളം ബൈബിളിൽ കാണുന്ന പേരുകൾ ജെയിംസ് എന്നായിട്ട് മാറ്റപ്പെട്ടു. യേശുവിൻ്റെ സഹോദരൻ, ഹാഫ് ബ്രദർ ജെയിംസ്. യാക്കോബിൻ്റെ ലേഖനം ലെറ്റർ ബൈ ജെയിംസ്. അതുപോലെ സെബദി മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്,
യാക്കോബും യോഹന്നാനും എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അത് ജോൺ ആൻഡ് ജെയിംസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില താരതമ്യ പഠനങ്ങൾ ബൈബിൾ ക്വിസിനേക്കുള്ള പ്രിപ്പറേഷന് എന്നെ വളരെയധികം സഹായിച്ചു. ഇതിനുശേഷം ബൈബിൾ ക്വിസ് പ്രിപ്പറേഷനിൽ സ്പെല്ലിങ് എനിക്കൊരു പ്രശ്നമേ ആയി തോന്നിയില്ല.